ഈ ഒരു ബൊക്ക ഞാൻ രാത്രിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ എൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്ന് റെഡിയായി. കാരണം എൻ്റെ ഫ്രണ്ട് ആമിനാട് വീട് വരെ പോകണമായിരുന്നു. 10 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് 10:30 ഞങ്ങൾ വീട്ടിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. പകുതി എത്തിയപ്പോഴത്തേക്ക് സീരിയൽ ഷൂട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ജിഷൻ ചേട്ടൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അവളുടെ വീട്ടിലോട്ട് വന്നു. അവൾക്ക് ഒരു കല്യാണം ഉണ്ട്, അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. ഞാൻ വന്നപ്പോൾ ഒരാൾ സാരി ഉടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവസാനത്തെ ഒരു ലുക്ക് കാണാൻ തന്നെ. അങ്ങനെ നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. കാരണം അവൾക്കും കല്യാണത്തിന് പോകുന്ന സമയമായി, നമ്മളും ഇപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അടുത്തുള്ള മന്തി മനസ്സിലോട്ടാണ് വന്നതെങ്കിലും അവിടെ ഫുഡ് ആയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിമുക്കിൽ പോകാൻ നിന്നപ്പോഴത്തേക്ക് നല്ല ബ്ലോക്കും ആയിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ടാണ് കയറിയത്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി കൈയും കാര്യങ്ങളൊക്കെ കഴുകാൻ തുടങ്ങി. അപ്പോൾ ഒരു മിറർ കണ്ട വീഡിയോ എടുക്കണമെന്നാണല്ലോ. അങ്ങനെ നേരെ നമ്മൾ കഴിക്കായിരുന്നു. ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ടൈം പോകുന്നത് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. അങ്ങനെ നേരെ നമ്മൾ എപ്പോഴത്തെ പോലെ മന്തി തന്നെയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അത് വരുന്ന സമയം കൊണ്ട് ഞാൻ ചൂടുവെള്ളം കുടിക്കാൻ തുടങ്ങി. ചൂടുവെള്ളം കുടിച്ചപ്പോഴത്തേക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും കൂടുതൽ കഴിക്കുന്ന പെരി പെരി അൽഫാം മന്തിയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതാണ് കൂടുതലും ഇഷ്ടം. അങ്ങനെ മന്തിയും കാര്യങ്ങളൊക്കെ വന്ന് നേരെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇക്കുന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാനും കഴിച്ചു നോക്കി, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് നമ്മൾ 2 വാട്ടർമെലൺ ജ്യൂസും കൂടെ പറഞ്ഞായിരുന്നു. പുറത്ത് ഭയങ്കര ചൂടാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ കൈയും കഴുകി വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.